ഹരി ഓം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ പതിവ് പോലെ നേരത്തെ എണീറ്റു. വ്യാഴാഴ്ച ആയതുകൊണ്ട് കുളി കഴിഞ്ഞു, ഭഗവാന്മാരെ തൊഴുതു, വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞു. അവരാണല്ലോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യവും. ഇനി നേരെ അടുക്കളയിലിട്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ്, അത് കുഴയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ്, നമ്മൾ ഉരിക്കുന്ന ഗ്രീൻ പീസാണ്, പച്ച ഫ്രഷ് ഗ്രീൻ പീൻസ്, അതും ഒരു ഉരുളക്കിഴങ്ങും കൂടെ മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇത് വഴറ്റി അരയ്ക്കാനുള്ളത് ഉള്ളി, തക്കാളി, ഇത് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഒരുമിച്ച് അരച്ച് വയ്ക്കുകയാണ് ഞാൻ. പിന്നെ തേങ്ങ, ഗരം മസാല കഴിഞ്ഞു, അതുകൊണ്ട് ജീരകം, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു 2 സ്പൂണ് 2.25 സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണിന് മേലെ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടെ വഴറ്റേണ്ടതാണ്. ഇത് ആദ്യം വഴറ്റിയിട്ട് പിന്നെ ഇതെല്ലാം വഴറ്റി അരച്ചിട്ട് ഇത് കടുക് വറുത്ത് ഇതാക്കി കൊട്ടേണ്ടതാണ്. കടുക് വറുത്തിടേണ്ടതാണ് അവസാനം. പിന്നെ അലങ്കാരത്തിനും ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കൊത്തമല്ലി തടം. പിന്നെ തുടങ്ങാം. ഉച്ചയ്ക്ക് എന്നും ഓർഡർ ഉണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ അവിടേക്ക് ഇന്നിപ്പോൾ ചക്ക സാമ്പാർ, കറിവേപ്പില, 10 മിനിറ്റ് ഇത് വഴറ്റി. തേങ്ങ, കറിവേപ്പില, ഇനി ഇതിൽ എടുത്ത് വച്ചിരിക്കുന്ന 3 പൊടികൾ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ഉണ്ട് കേട്ടോളൂ. ഒരുമിച്ച് ഇത് വറുത്ത് നല്ലോണം, ഒത്തിരി എണ്ണ കുറവാണ്, കുറച്ച് എണ്ണ വയ്ക്കും. അപ്പോൾ കടുക് വറുത്തു. ഇനിയിപ്പോൾ ഇതിനെ വറുത്ത് ഉള്ളിയും തക്കാളിയും കൂടെ വറുത്ത് അതിൽ കൊത്തണം. ബാക്കി അതെല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ കറിയായി. ഇനി അതിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കണം. ആവശ്യമുള്ള ഗ്രീൻ പീസ് മസാല, നേരത്തെ ഇട്ട് കുറച്ച്, എന്നാലും കുറച്ചും കൂടെ കൊത്തമല്ലി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.